വീഡിയോ ഞാൻ പറയാൻ പോകുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മൊബൈൽ ആപ്സ് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പൊ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. സിമ്പിൾ ആയിട്ട് ആപ്പ് ഉണ്ടാക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് MIT ആപ്പ് ഇൻവെന്റർ. ഗൂഗിളിൽ MIT ആപ്പ് ഇൻവെന്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അവരുടെ വെബ്സൈറ്റ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. MIT ആപ്പ് ഇൻവെന്റർ ഉണ്ടാക്കിയിട്ടുള്ള MIT യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ അവർ ഈ വെബ്സൈറ്റിൽ നമുക്ക് നോക്കി നോക്കാം. ഈ വെബ്സൈറ്റ് തുറന്നു വെച്ചാൽ ഇതേപോലുള്ള ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇതിൽ ക്രിയേറ്റ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാനിപ്പോ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ വന്നത്. ഇതിൽ ഒരു ഗൂഗിൾ അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ലോഗിൻ ചെയ്യാൻ. ഇത് MIT ആപ്പ് ഇൻവെന്റർ തുറന്നു വെച്ചാൽ ഇതേപോലൊരു സ്ക്രീൻ ആവും വരിക. ഇതിലിവിടെ ബ്ലോക്ക് എന്നുള്ള ഈ സെക്ഷനിലാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുക. ഈ വീഡിയോ ഞാൻ ആപ്പ് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അതിൽ കുറെ വീഡിയോസ് ഉണ്ട്, പക്ഷെ അതിലൊരു 10-15 വീഡിയോസ് കണ്ടാൽ തന്നെ MIT ആപ്പ് ഇൻവെന്റർ എങ്ങനെ വർക്ക് ചെയ്യണ്, അതേപോലുള്ള പ്രോഗ്രാമിംഗിന്റെ ലോജിക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ആ ലോജിക്ക് നമുക്ക് മനസ്സിലായിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ആപ്സ് ഇതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഉണ്ടാക്കിയ ആപ്പ് അപ്ലൈ കാണാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ MIT ആപ്പ് ഇൻവെന്ററിന്റെ ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് കണക്ട് എന്നുള്ളത് ഉപയോഗിച്ചിട്ട് എന്നുള്ള ഓപ്ഷനിൽ ഇത് കൊടുത്തിട്ട് നമ്മൾ ഒരു QR കോഡ് വരും. അത് സ്കാൻ ചെയ്തിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. എന്നാലേ നമ്മൾ ഉണ്ടാക്കി ആപ്പ് അപ്പൊ തന്നെ കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഫുൾ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു വെച്ചാൽ ഇതില് നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ആപ്പ് ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് എന്ന് സെർച്ച് ചെയ്ത് വെച്ചാൽ കുറെ അധികം വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അത് പക്ഷേ ഇതേപോലെ ബ്ലോക്ക് ബേസ്ഡ് ആവില്ല. അത് നമ്മള് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ, കോട്ട്ലിൻ അതേപോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ചെയ്ത് നോക്കിയതിനു ശേഷം അതേപോലെ രീതിയിൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ അതും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഗെയിംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കി വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.